2014 ഇറങ്ങിയ ഒരു ഗംഭീരമായ ആക്ഷൻ സയൻസ് ഫിക്ഷൻ സിനിമയാണ് ഗോഡ്സില്ല. കോടിക്കണക്കിന് വർഷങ്ങളായിട്ട് ഭൂമിക്കടിയിൽ ഉറങ്ങിക്കിടന്ന രാക്ഷസ ജീവികളെ മനുഷ്യരെ ഒരിക്കൽ അബദ്ധത്തിൽ ഉണർത്തുന്നതും അത് കാരണമുണ്ടാകുന്ന പ്രശ്നങ്ങളുമാണ് സിനിമയുടെ ഇതിവൃത്തം. ആയിരത്തി 1999 ഫിലിപ്പൈൻസിലെ രംഗത്തോടെയാണ് സിനിമ തുടങ്ങുന്നത്. ഇവിടെ ഒരു മൈനിങ് സൈറ്റിൽ ഖനനം ചെയ്യുന്നതിനിടയിൽ തൊഴിലാളികൾ അബദ്ധത്തിൽ ഒരു വലിയ ഗുഹ കണ്ടെത്തി. കുറച്ചു മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അവിടെ ചില ശാസ്ത്രജ്ഞരെത്തി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് ഡോക്ടർ ഇഷിറോ. ഇഷിറോയുടെ നേതൃത്വത്തിൽ ശാസ്ത്രജ്ഞര് ഗുഹയിൽ കയറി നോക്കി. അത് വളരെ വലിയൊരു ഗുഹയാണ്. വിചിത്രമായ ഒരു ഭീമൻ ജീവിയുടെ അസ്ഥികൂടവും ഉണ്ടായിരുന്നു. ആ ഫോസിലിന് ഡൈനോസറുകളുടെ 50 മടങ്ങ് വലിപ്പമെങ്കിലും തോന്നിക്കും. അതിന് സമീപത്തായിട്ട് 2 മുട്ടകൾ ഇരിക്കുന്നതും കണ്ടു. പക്ഷെ നോക്കിയപ്പോൾ അതിലൊരെണ്ണം ഓൾറെഡി വിരിഞ്ഞിരിക്കുകയാണ്. പിന്നെയാണ് ഗുഹയിലെ വലിയ ദ്വാരം കണ്ടത്. സംഭവം, ആ മുട്ട വിരിഞ്ഞ് പുറത്തു വന്ന ജീവി ഗുഹയുടെ ചുമരും തകർത്തുകൊണ്ട് പുറത്തു കടന്നിരിക്കുകയാണ്. അതിന്റെ കാൽപ്പാട് ഫോളോ ചെയ്തു പോയപ്പോൾ അത് സമീപത്തുള്ള സമുദ്രത്തിലിറങ്ങി എങ്ങോട്ടോ രക്ഷപ്പെട്ടു പോയെന്ന് മനസ്സിലായി. ജപ്പാനിലെ ജാൻജിറ എന്ന സിറ്റിയിലെ രംഗമാണ് അടുത്തു കാണിക്കുന്നത്. ഇവിടെ ഒരു വലിയ ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഉണ്ട്. ബ്രോഡിയും അവന്റെ വൈഫ് സാൻഡ്രയും ഈ പവർ പ്ലാന്റിൽ ജോലി ചെയ്യുന്നവരാണ്. അവരുടെ മകൻ ഫോർഡിനെ സ്കൂളിലാക്കിയിട്ട് രണ്ടുപേരും കൂടെ ജോലിക്ക് പോയി. കുറെ നേരം കഴിഞ്ഞ് പവർ പ്ലാന്റിൽ ചെറിയ ഭൂമികുലുക്കമുണ്ടായി. ആ സമയം സാൻഡ്ര ന്യൂക്ലിയർ റിയാക്ടർ വെച്ചിരിക്കുന്ന ചാമ്പറിലായിരുന്നു. ഭൂമികുലുക്കം കാരണം ന്യൂക്ലിയർ റിയാക്ടറിൽ നിന്നുമുള്ള വിഷവാതകം ലീക്ക് ആകാൻ തുടങ്ങി. സാൻഡ്ര ഉൾപ്പെടെ അവിടെയുണ്ടായിരുന്ന എല്ലാവരും വളരെ വേഗം ചാമ്പറിൽ നിന്ന് പുറത്തു കടക്കാൻ വേണ്ടി ഓടി. ചാമ്പറിൽ നിന്ന് പുറത്തു കടക്കാൻ ഒരു വാതിൽ മാത്രമേയുള്ളൂ. ആ വാതിലിന് മുന്നിൽ ബ്രോഡി സാൻഡ്രയെയും കാത്തു നിൽപ്പുണ്ടായിരുന്നു. അവൻ നോക്കിയപ്പോൾ വിഷവാതകം വാതിലിന് സമീപമെത്താറായി. അവൾക്ക് മുന്നേ വിഷവാതകം പുറത്തു കടക്കുമെന്ന് ബ്രോഡിക്ക് മനസ്സിലായി. വിഷവാതകം ചാമ്പറിൽ നിന്ന് പുറത്തു വന്നാൽ അതിലുള്ള റേഡിയേഷൻ കാരണം ഈ സിറ്റിയിലുള്ള സകല മനുഷ്യരും കൊല്ലപ്പെടും. അതുകൊണ്ട് അവൻ തന്നെ പെട്ടെന്ന് ആ വാതില് ഷട്ട് ഡൗൺ ചെയ്തു. അങ്ങനെ വിഷവാതകം ശ്വസിച്ച് സാൻഡ്ര ഉൾപ്പെടെ ചാമ്പറിലുണ്ടായിരുന്ന എല്ലാവരും മരിച്ചുപോയി. നിമിഷങ്ങൾക്കുള്ളിൽ വീണ്ടും ഭൂമികുലുക്കമുണ്ടായി. അത് കാരണം പവർ പ്ലാന്റ് മൊത്തം തകർന്നുപോയി. ഇത് അകലെ സ്കൂളിലായിരുന്ന ഫോർഡ് കാണുകയും ചെയ്തു. 15 വർഷങ്ങൾക്ക് ശേഷം യുഎസിലെ സാൻ ഫ്രാൻസിസ്കോ സിറ്റിയിലെ രംഗമാണ് അടുത്തു കാണിക്കുന്നത്. ഇപ്പോൾ ഫോർഡ് യുഎസിലെ മിലിറ്ററിക്കാരനാണ്. അവന്റെ ഭാര്യ എൽ ഒരു നേഴ്സാണ്. ഇവർക്കൊരു മകനുമുണ്ട്, സാം. ഒരു ദിവസം എന്തോ കാരണത്താൽ ബ്രോഡിയെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നും പറഞ്ഞ് ജപ്പാനിൽ നിന്നും എല്ലിനൊരു കോൾ വന്നു. അങ്ങനെ ഫോർഡ് അന്ന് തന്നെ ജപ്പാനിലേക്ക് പോയി. അവിടെ ചെന്ന് സ്റ്റേഷനിൽ നിന്നും അച്ഛനെ ഇറക്കി. എന്നിട്ട് അച്ഛനെ കൊണ്ട് വീട്ടിലാക്കി. അവിടെ വെച്ച് ഇവര് തമ്മിൽ സംസാരിക്കുന്നത് കേൾക്കുമ്പോഴാണ് നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാകുന്നത്. സംഭവം 15 വർഷങ്ങൾക്ക് മുൻപ് പവർ പ്ലാന്റിൽ ഉണ്ടായ അപകടത്തിന് ശേഷം മണിക്കൂറുകൾക്കുള്ളിൽ കുറെ സയന്റിസ്റ്റുകളും മിലിറ്ററിക്കാരും പവർ പ്ലാന്റിലെത്തി. എന്നിട്ട് ജാൻജിറ സിറ്റിയിലുള്ള മുഴുവൻ ജനങ്ങളെയും അന്ന് വൈകുന്നേരം തന്നെ അവർ ഈ സിറ്റിയിൽ നിന്നും ഇവാക്യുവേറ്റും ചെയ്തു. അങ്ങനെ ആ സിറ്റി മൊത്തം ഇപ്പോൾ അനാഥമായിട്ട് കിടക്കുകയാണ്. പവർ പ്ലാന്റ് തകർന്നപ്പോൾ ചാമ്പറിൽ നിന്നും വിഷവാതകം ലീക്കായെന്നും അങ്ങനെ സിറ്റി മൊത്തം തീവ്രമായി റേഡിയേഷൻ കൊണ്ട് നിറയാൻ തുടങ്ങിയെന്നും അതുകൊണ്ടാണ് സിറ്റിയിൽ നിന്നും എല്ലാവരെയും ഇവാക്യുവേറ്റ് ചെയ്തതെന്നുമാണ് ഒഫീഷ്യൽസ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അങ്ങനെ ചാമ്പറിൽ നിന്നും വിഷവാതകം ലീക്കാകാനുള്ള ഒരു സാധ്യതയുമില്ലെന്ന കാര്യം ബ്രോഡിക്കറിയാം. അതുമാത്രമല്ല, അന്ന് സംഭവിച്ച ഭൂമികുലുക്കം യഥാർത്ഥത്തിൽ എന്തോ ജീവി കാരണമാണ് ഉണ്ടായതെന്നാണ് ബ്രോഡിയുടെ നിഗമനം. കാരണം അന്ന് ഭൂമികുലുക്കമുണ്ടായ സമയം ബ്രോഡിയുടെയിലുള്ള മെഷീൻസ് ചില സിഗ്നലുകൾ ഡിറ്റക്ട് ചെയ്തിരുന്നു. ജീവികൾക്ക് മാത്രം പുറപ്പെടുവിക്കാൻ കഴിയുന്നത് പോലത്തെ സിഗ്നൽസ് ആയിരുന്നു അത്. ഈ കാര്യങ്ങളൊക്കെ കുറച്ച് വർഷങ്ങൾക്ക് മുൻപാണ് ബ്രോഡി തിരിച്ചറിഞ്ഞത്. അതിനുശേഷമാണ് സത്യാവസ്ഥ കണ്ടെത്താൻ വേണ്ടി യുഎസിലായിരുന്ന ബ്രോഡി വീണ്ടും ജപ്പാനിൽ തിരിച്ചു വന്നത്. പക്ഷേ ബ്രോഡിയുടെ സംശയങ്ങൾ സ്ഥിരീകരിക്കാനുള്ള ഒരു തെളിവും ഇതുവരെ ബ്രോഡിക്ക് കിട്ടിയിട്ടില്ല. കാരണം ജാൻജിറ സിറ്റിയിൽ കയറി പരിശോധിച്ചാലേ എന്തെങ്കിലും തെളിവ് കണ്ടെത്താൻ പറ്റൂ. പക്ഷെ ആരെയും ഒരു കാരണവശാലും ആ സിറ്റിയിൽ പ്രവേശിപ്പിക്കരുതെന്നാണ് ഒഫീഷ്യൽസിന്റെ ഉത്തരവ്. അതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് പോലീസുകാര് കാവലുണ്ട്. സിറ്റിയിലേക്ക് പ്രവേശിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ ഉടൻ തന്നെ പോലീസുകാർ വന്ന് അറസ്റ്റ് ചെയ്യും. അങ്ങനെയാണ് ഇപ്പോൾ ബ്രോഡിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. എന്തായാലും വീണ്ടും ജാൻജിറ സിറ്റിയിൽ കയറി പരിശോധിക്കാനാണ് ബ്രോഡിയുടെ പ്ലാൻ. പലതും പറഞ്ഞ് ഫോർഡ് ബ്രോഡിയുടെ മനസ്സ് മാറ്റാൻ നോക്കി. എന്നാൽ എന്തൊക്കെ പറഞ്ഞിട്ടും ബ്രോഡി കേൾക്കാൻ തയ്യാറായില്ല. എങ്കിൽ പിന്നെ അച്ഛൻ ഒറ്റയ്ക്ക് പോകണ്ടെന്നും പറഞ്ഞ് ഫോർഡും കൂടെ പോകാൻ തയ്യാറായി. പക്ഷെ ഇത് അവസാനത്തെ തവണയായിരിക്കുമെന്നും ഇത് കഴിഞ്ഞാൽ എന്റെ കൂടെ യുഎസിൽ വരണമെന്നും ഫോർഡ് പറഞ്ഞു. ബ്രോഡി അത് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ രണ്ടുപേരും കൂടെ ആരും കാണാതെ ജാൻജിറയിൽ പ്രവേശിച്ചു. സിറ്റി മൊത്തം റേഡിയേഷൻ കൊണ്ട് നിറഞ്ഞിരിക്കുന്നുവെന്നാണ് ഒഫീഷ്യൽസ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ സിറ്റിയിലൂടെ നടക്കുന്നതിനിടയിൽ കുറച്ച് നായകൾ ഒരു കുഴപ്പവുമില്ലാതെ ഓടി നടക്കുന്നത് ബ്രോഡി ശ്രദ്ധിച്ചു. സംശയം തോന്നി അവൻ ഒരു ഡിവൈസ് എടുത്ത് പരിശോധിച്ചപ്പോൾ ഇവിടെ റേഡിയേഷൻ ഒന്നും ഇല്ലെന്നാണ് ഡിവൈസ് കാണിച്ചത്. അതിനാൽ രണ്ടും കൽപ്പിച്ച് ബ്രോഡി അവന്റെ ഹെൽമറ്റ് ഊരി.
ബ്രോഡിക്ക് ഒന്നും തന്നെ സംഭവിച്ചില്ല. അപ്പോൾ റേഡിയേഷൻ ലീക്കായെന്ന് പറഞ്ഞത് ഒഫീഷ്യൽസിന്റെ വെറും നുണക്കഥ മാത്രമാണെന്ന് രണ്ടുപേർക്കും ബോധ്യമായി. പിന്നെ അവര് വീണ്ടും നടന്നു. കുറച്ചു ദൂരം എത്തിയതും അകലെ പവർ പ്ലാന്റ് ഇരിക്കുന്നത് കണ്ടു. അവിടെ ഒരുപാട് മിലിറ്ററി വാഹനങ്ങളൊക്കെ ചലിക്കുന്നുണ്ട്. അതും നോക്കി നിൽക്കുന്നതിനിടയിൽ പോലീസുകാര് വന്ന് അവരെ പിടികൂടി. പണ്ട് ഞാൻ ആ പവർ പ്ലാന്റിൽ ജോലി ചെയ്തിരുന്ന പ്രധാന സയന്റിസ്റ്റ് ആണെന്ന് ബ്രോഡി പറഞ്ഞപ്പോൾ പോലീസ് രണ്ടുപേരെയും കൊണ്ട് നേരെ പവർ പ്ലാന്റിലേക്ക് പോയി. പവർ പ്ലാന്റിന് മധ്യത്തിൽ വിചിത്രമായി എന്തോ ഒരു വസ്തു ഉണ്ടായിരുന്നു. പ്രത്യക്ഷത്തിൽ അത് വലിയൊരു ആസ്ട്രോയിഡ് ആണെന്ന് തോന്നും. ഇഷിറോയും വേറെ കുറെ സയന്റിസ്റ്റുകളും ഇവിടെ ഉണ്ടായിരുന്നു. അവര് ആസ്ട്രോയിഡ് പോലത്തെ വസ്തുവിനെ നിരീക്ഷിക്കുകയാണ്. അവര് സംസാരിക്കുന്നത് വെച്ച് നോക്കുമ്പോൾ ഈ വസ്തുവിന് ഇനിയും അധികം വൈകാതെ എന്തോ സംഭവിക്കാൻ പോവുകയാണെന്ന് നമുക്ക് മനസ്സിലാകും. എന്തായാലും ബ്രോഡിയെ ഒരു സെല്ലിൽ കൊണ്ട് പൂട്ടിയിട്ടു. ഫോർഡിനെ ആണെങ്കിൽ മറ്റൊരു സെല്ലിലുമാക്കി. ബ്രോഡി പണ്ട് ഇവിടുത്തെ സയന്റിസ്റ്റ് ആണെന്ന് അറിഞ്ഞതിനാൽ ഇഷിറോ അവനെ കാണാൻ വന്നു. എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാകുന്നുണ്ടെന്നും നിങ്ങൾ ഇവിടെ എന്തോ ഒരു ജീവിയെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണെന്നുമൊക്കെ പറഞ്ഞ് ബ്രോഡി ഇഷിറോയോട് കുറെ ദേഷ്യപ്പെട്ടു. അത് കേട്ടപ്പോൾ ഇവൻ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ മനസ്സിലായി നോർത്ത് ഇഷിറോയ്ക്ക് ശരിക്കും അത്ഭുതം തോന്നി. കാരണം ബ്രോഡി പറയുന്നതൊക്കെ സത്യമായിരുന്നു. അങ്ങനെ ഇഷിറോ ബ്രോഡിയുമായിട്ട് സംസാരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് എന്തോ എമർജൻസി ഉണ്ടെന്ന് പറഞ്ഞ് മറ്റ് സയന്റിസ്റ്റുകൾ ഇഷിറോയെ കൺട്രോൾ സെന്ററിലേക്ക് വിളിച്ചു. ഇഷിറോ ചെന്ന് നോക്കിയപ്പോൾ ആസ്ട്രോയിഡ് പോലത്തെ വസ്തു പിളരാൻ തുടങ്ങിയിരിക്കുകയാണ്. അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതിന് മുന്നേ അപ്രതീക്ഷിതമായിട്ട് അതിൽ നിന്നും ഒരു ജീവി പുറത്തു വന്നു. അത്യധികം വലിപ്പമുള്ള ഒരു രാക്ഷസ ജീവി. മനുഷ്യരൊക്കെ അതിന്റെ മുന്നിൽ ഉറുമ്പുകളെ പോലെയാണ്. എല്ലാവരും എത്രയും വേഗം ഇവിടുന്ന് രക്ഷപ്പെടാൻ ഇഷിറോ അനൗൺസ് ചെയ്തു. ജീവി പുറത്തു വന്ന ഉടനെ ഒരുതരം ഇലക്ട്രോ മാഗ്നറ്റിക് പൾസ് പുറപ്പെടുവിച്ചു. അത് കാരണം കുറച്ച് സെക്കൻഡുകൾ നേരത്തേക്ക് കറണ്ട് കട്ടായി പോയി. സെല്ലുകളുടെ ലോക്കുകളൊക്കെ ഡിജിറ്റൽ ആയിരുന്നു. അതുകൊണ്ട് തന്നെ കറണ്ട് കട്ടായപ്പോൾ ലോക്കുകൾ തുറക്കപ്പെട്ടു. അങ്ങനെ ബ്രോഡിയും ഫോർഡും പുറത്തിറങ്ങി. രാക്ഷസ ജീവിയാണെങ്കിൽ കണ്ണിൽ കാണുന്നതിനെയൊക്കെ നശിപ്പിക്കുകയാണ്. അതിനിടയിൽ ഒരു ടവർ തകർന്ന് ബ്രോഡിയുടെ ദേഹത്ത് വന്ന് വീണു. അപ്പോൾ തന്നെ ബ്രോഡി മരിച്ചു പോവുകയും ചെയ്തു. അത് കണ്ടുകൊണ്ട് നിന്ന ഫോർഡ് സങ്കടം കൊണ്ട് ഉറക്കെ അലറി. ജീവിയാണെങ്കിൽ പതിയെ ചിറകുകളൊക്കെ വിടർത്തി. എന്നിട്ട് എങ്ങോട്ടോ പറന്നുപോയി. അടുത്ത ദിവസം രാവിലെ ഇഷിറോ ഫോർഡിനെ ജപ്പാനിൽ തന്നെയുള്ള ഒരു മിലിറ്ററി ബേസിൽ കൊണ്ടുപോയി. അവിടെ വെച്ച് ഇഷിറോയും മറ്റ് സയന്റിസ്റ്റുകളും ചേർന്ന് ഫോർഡിന് എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊടുത്തു. സംഭവം 1954 ആദ്യമായിട്ടൊരു ന്യൂക്ലിയർ സബ്മറൈൻ കടലിന്റെ അടിത്തട്ടിൽ പോയപ്പോൾ അവിടെ ഉറങ്ങിക്കിടന്ന ഒരു ജീവി ഉണർന്നു. ഗോഡ്സില്ല എന്നാണ് ആ ജീവിയെ ഇവര് വിളിക്കുന്നത്. ഈ ജീവിയെക്കുറിച്ച് പുരാതന കാലത്തിലെ ചില ഐതിഹ്യ കഥകളിൽ പറഞ്ഞിട്ടുണ്ട്. ഭൂമിയിൽ മനുഷ്യരുണ്ടാകുന്നതിനും കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ ഗോഡ്സില്ലയെ പോലത്തെ ജീവികളാണ് ഭൂമി ഭരിച്ചിരുന്നത്. റേഡിയേഷനാണ് ഇവയുടെ പ്രധാന ആഹാര സ്രോതസ്. ആ കാലഘട്ടത്തിൽ ഭൂമിയുടെ ഉപരിതലത്തിൽ ഇന്നത്തേതിനേക്കാൾ 10 മടങ്ങ് കൂടുതൽ റേഡിയേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ റേഡിയേഷൻ കുറഞ്ഞു വന്നതോടെ അവയിൽ ഭൂരിഭാഗവും ചത്തൊടുങ്ങി. അവശേഷിച്ചവയെല്ലാം കടലിന്റെ ആഴങ്ങളിലേക്കും പോയി. കാരണം അവിടെയാകുമ്പോൾ ഭൂമിയുടെ കോറിൽ നിന്നും വരുന്ന റേഡിയേഷൻ വലിച്ചെടുത്ത് ജീവിക്കാൻ കഴിയും. എന്നിരുന്നാലും ഇതിനോടകം വെച്ച് തന്നെ ആ ജീവികൾക്കെല്ലാം വംശനാശം സംഭവിച്ചു കാണുമെന്നാണ് പണ്ട് ശാസ്ത്രലോകം കരുതിയിരുന്നത്. എന്നാൽ ഇപ്പോഴും അവ ജീവിക്കുന്നുണ്ടെന്ന് ഗോഡ്സില്ലയെ കണ്ടപ്പോഴാണ് ബോധ്യമായത്. 1950കളിൽ ഒരുപാട് ന്യൂക്ലിയർ ബോംബ് പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. അതെല്ലാം യഥാർത്ഥത്തിൽ ഗോഡ്സില്ലയെ കൊല്ലാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ എന്തൊക്കെ ചെയ്തിട്ടും അതിന്റെ രോമത്തിൽ പോലും ഏറ്റില്ല. പിന്നെ ഗോഡ്സില്ലയെക്കുറിച്ച് പഠനം നടത്താൻ ലോകരാജ്യങ്ങളെല്ലാം ചേർന്ന് അതീവ രഹസ്യമായിട്ടൊരു സംഘടന രൂപീകരിച്ചു. മൊണാർക്ക് എന്നാണ് ആ സംഘടനയുടെ പേര്. ഇഷിറോയും കൂട്ടരുമൊക്കെ ആ സംഘടനയിൽ പ്രവർത്തിക്കുന്നവരാണ്. 1999 ഫിലിപ്പൈൻസിൽ കണ്ട മുട്ടയിൽ നിന്നും പുറത്തു വന്ന ജീവി കടലിൽ ഇറങ്ങിയിട്ട് നേരെ ജപ്പാനിലേക്കാണ് വന്നത്. കാരണം അതായിരുന്നു ഏറ്റവും അടുത്തുള്ള റേഡിയേഷൻ സ്രോതസ്. ഭൂമിക്കടിയിലൂടെ തുരന്ന് അത് പവർ പ്ലാന്റിലെത്തി. അത് കാരണമാണ് അന്ന് ഭൂമികുലുക്കമുണ്ടായത്. ആ സമയം ആ ജീവി പൂർണ്ണമായും വളർന്നിട്ടുണ്ടായിരുന്നില്ല. അതിനാൽ അത് പവർ പ്ലാന്റിൽ വന്ന ശേഷം ഒരു കൊക്കൂൺ പോലെയായി മാറി. എന്നിട്ട് കൊക്കൂണിനകത്തിരുന്ന് പവർ പ്ലാന്റിലുള്ള റേഡിയേഷൻ പതിയെ പതിയെ വലിച്ചെടുക്കാൻ തുടങ്ങി. ആ കൊക്കൂണാണ് നേരത്തെ ആസ്ട്രോയിഡ് പോലെ കണ്ട വസ്തു. ഇതറിഞ്ഞ ഉടൻ തന്നെ മൊണാർക്ക് പവർ പ്ലാന്റിൽ എത്തുകയും ജാൻജിറോയെ മൊത്തം ലോക്ക്ഡൌൺ ആക്കുകയും ചെയ്തു. ഇന്നലെയാണ് ആ ജീവി പൂർണ്ണമായും വളർന്നത്. അതുകൊണ്ടാണത് കൊക്കൂൺ പൊളിച്ച് പുറത്തു വന്നത്. ഇപ്പോൾ മ്യൂട്ടോ എന്നാണ് ആ ജീവിക്ക് നൽകിയിരിക്കുന്ന പേര്. എത്രയും വേഗം മ്യൂട്ടോയെ കണ്ടെത്തി കൊന്നുകളയണം, അല്ലെങ്കിൽ ഗോഡ്സില്ല വരും. കാരണം ഇതേപോലെയുള്ള രാക്ഷസ ജീവികളെ കൊല്ലുക എന്നതാണ് ഗോഡ്സില്ലയുടെ ജോലി. പക്ഷെ ഗോഡ്സില്ല വന്നു കഴിഞ്ഞാൽ എല്ലാം അവതാളത്തിലാകും. അങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത ശേഷം ഇഷിറോ ഫോർഡിനെ ഒരു ഹെലികോപ്റ്ററിൽ കയറ്റി പറഞ്ഞയച്ചു. സമീപത്തുള്ള ഹവായി എന്നൊരു ചെറിയ ദ്വീപിലേക്കാണ് ഫോർഡിനെ അയച്ചത്. കാരണം ഇന്ന് രാത്രി ഹവായിൽ നിന്ന് US-ലേക്ക് ഒരു ഫ്ലൈറ്റ് ഉണ്ട്.
ഹവായിലെത്തിയപ്പോഴേക്കും രാത്രിയായി. എയർപോർട്ടിൽ പോകാൻ വേണ്ടി ഫോർഡ് ഒരു ട്രെയിനിൽ കയറി. ഇതേസമയം മിലിറ്ററി ബേസിൽ ശാസ്ത്രജ്ഞരും മിലിറ്ററിക്കാരും ചേർന്ന് മ്യൂട്ടോയെ ട്രാക്ക് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. അതിനിടയിൽ റഷ്യൻ മിലിറ്ററിയിൽ നിന്നും ഒരു മെസ്സേജ് കിട്ടി. അവരുടെ ഒരു ന്യൂക്ലിയർ സബ്മറൈൻ ഹവായിക്ക് അരികിൽ വെച്ച് മിസ്സായി പോയെന്നായിരുന്നു മെസ്സേജ്. അത് ന്യൂക്ലിയർ സബ്മറൈൻ ആയതുകൊണ്ട് തന്നെ തീർച്ചയായും അത് മ്യൂട്ടോ കൊണ്ടുപോയതായിരിക്കുമെന്ന് ഇഷിറോയ്ക്ക് മനസ്സിലായി. അതിനാൽ പെട്ടെന്ന് അവർ ആ സബ്മറൈനെ ട്രാക്ക് ചെയ്തു. നോക്കിയപ്പോൾ അത് ഹവായിലെ ഒരു കാട്ടിലുണ്ടെന്നാണ് കാണിക്കുന്നത്. പിന്നെ ഒട്ടും താമസിപ്പിക്കാതെ മിലിറ്ററി ജനറലായ വില്യം ഒരു കൂട്ടം പട്ടാളക്കാരെ ആ ലൊക്കേഷനിലേക്ക് അയച്ചു. മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പട്ടാളക്കാര് ഹവായിലെത്തി. കാട്ടിൽ കുറെ നേരത്തെ തിരച്ചിലിനൊടുവിൽ അവര് റഷ്യയുടെ സബ്മറൈൻ കണ്ടെത്തി. അത് പൂർണ്ണമായും തകർന്നു കിടക്കുകയാണ്. മ്യൂട്ടോയും തൊട്ടടുത്ത് തന്നെയുണ്ട്. അത് സബ്മറൈനിലുള്ള ന്യൂക്ലിയർ മെറ്റീരിയൽസ് മൊത്തം എടുത്ത് കഴിക്കുകയാണ്. അത് കണ്ട ഉടനെ മ്യൂട്ടോയെ കൊല്ലാൻ വേണ്ടി വില്യം വീണ്ടും കുറെ പട്ടാളക്കാരെയും ഫൈറ്റർ ജെറ്റുകളെയും ഒക്കെ അങ്ങോട്ട് അയച്ചു. അതിനിടയിൽ എന്തോ ഒരു വലിയ വസ്തു ഹവായിലേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞ് ഇഷിറോയുടെ കമ്പ്യൂട്ടറിൽ ഒരു വാർണിംഗ് വന്നു. അത് തീർച്ചയായും ഗോഡ്സില്ല ആയിരിക്കുമെന്ന് ഇഷിറോയ്ക്ക് മനസ്സിലായി. കുറച്ചു കഴിഞ്ഞ് ഫൈറ്റർ ജെറ്റുകളൊക്കെ വന്ന് മ്യൂട്ടോയെ ആക്രമിക്കാൻ തുടങ്ങി. എന്നാൽ മ്യൂട്ടോ ഉടനെ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് പൾസ് പുറപ്പെടുവിച്ചു. അത് കാരണം ചുറ്റുമുണ്ടായിരുന്ന മൊത്തം ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഓഫായി പോയി. അങ്ങനെ നിയന്ത്രണം നഷ്ടപ്പെട്ട് ജെറ്റുകളൊക്കെ നിലത്ത് വന്ന് വീണ് പൊട്ടിത്തെറിച്ചു. ശേഷം മ്യൂട്ടോ നേരെ ഹവായിലെ സിറ്റിയിലേക്ക് പോയി. ഈ സമയം ഹവായിലെ ബീച്ചിനരികിൽ നിന്നവര് അകലെ നിന്നും സുനാമി വരുന്നത് കണ്ടു. അങ്ങനെ എല്ലാവരും വേഗം ബീച്ചിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു. പിന്നെയാണ് കാര്യം പിടികിട്ടിയത്. അത് യഥാർത്ഥത്തിൽ ഗോഡ്സില്ല വരുന്നത് കാരണമുണ്ടായ വലിയ തിരമാലയാണ്, അല്ലാതെ ശരിക്കുമുള്ള സുനാമി ആയിരുന്നില്ല. ബീച്ചിന് സമീപവും കുറെ മിലിറ്ററിക്കാരുണ്ടായിരുന്നു. ഗോഡ്സില്ലയെ കണ്ടതും അവരെ തുരുതുരാൻ അതിനെ വെടിവെക്കാൻ തുടങ്ങി. പക്ഷെ ഗോഡ്സില്ലയുടെ രോമത്തിൽ പോലും അതൊന്നും ഏൽക്കുന്നില്ല. ഗോഡ്സില്ലയാണെങ്കിൽ അവരെ മൈൻഡ് പോലും ചെയ്യാതെ നേരെ മ്യൂട്ടോയെ ലക്ഷ്യമിട്ട് നടന്നു. ഈ സമയം മ്യൂട്ടോ എയർപോർട്ടിലേക്ക് പോവുകയായിരുന്നു. പോകുന്ന വഴിക്ക് ഒരു ട്രെയിൻ ട്രാക്കിനെയൊക്കെ തകർത്ത് കളഞ്ഞു. ആ ട്രാക്കിലൂടെയാണ് ഫോർഡിന്റെ ട്രെയിൻ വന്നത്. അങ്ങനെ ട്രെയിൻ തകർന്ന് ട്രെയിനിന്റെ ഒരു ഭാഗം താഴെ ചെന്ന് വീണു. ആ ഭാഗത്തുണ്ടായിരുന്ന എല്ലാവരും അപ്പോൾ തന്നെ തട്ടിപ്പോയി. ഭാഗ്യത്തിന് ഫോർഡ് ട്രെയിനിന്റെ മറ്റേ ഭാഗത്തിൽ തൂങ്ങിപ്പിടിച്ച് കിടന്നതുകൊണ്ട് രക്ഷപ്പെട്ടു. ശേഷം മ്യൂട്ടോ എയർപോർട്ടിലെത്തി. അവിടെയുള്ള പ്ലെയിനുകളെയൊക്കെ തകർക്കുകയായിരുന്നു. അതിനിടയിൽ അവിടെ ഗോഡ്സില്ലയും വന്നു. അപ്പോഴാണ് നമ്മൾ ഗോഡ്സില്ലയെ ശരിക്കും കാണുന്നത്. അതിനേതാണ്ട് 40 നിലയുള്ള ഒരു കെട്ടിടത്തിന്റെ അത്രത്തോളം ഉയരം വരും. വളരെ വലിയ വിമാനങ്ങൾ പോലും അതിന്റെ കാൽപാദത്തിന്റെ അത്രയേ ഉള്ളൂ. മ്യൂട്ടോയ്ക്ക് പോലും ഗോഡ്സില്ലയുടെ ഒരു കാലിന്റെ അത്ര വലിപ്പമേ ഉള്ളൂ. അത്രയേറെ ഗംഭീരമായ ഒരു രാക്ഷസ ജീവിയാണ് ഗോഡ്സില്ല. അത് വന്ന് മ്യൂട്ടോയെ നോക്കി ഉച്ചത്തിൽ അലറി. അടുത്ത് യുഎസിലെ രംഗമാണ് കാണിക്കുന്നത്. സാം ന്യൂസ് കാണുകയായിരുന്നു. ഗോഡ്സില്ല മ്യൂട്ടോയെ ഇടിച്ച് പഞ്ചറാക്കുന്നതും അവസാനം മ്യൂട്ടോ രക്ഷപ്പെട്ട് പറന്നു പോകുന്നതുമെല്ലാം വാർത്തയിൽ കാണിക്കുന്നുണ്ട്. അത് കണ്ട് സാമും എല്ലും ഞെട്ടിപ്പോയി. അടുത്ത ദിവസം രാവിലെ ഹവായിൽ ജനങ്ങളെല്ലാം അഭയാർത്ഥി കേന്ദ്രങ്ങളിലേക്ക് പോവുകയായിരുന്നു. ഇവിടുത്തെ സിറ്റി മൊത്തം നശിച്ചു കിടക്കുന്നത് കാണാം. അത് ഇന്നലത്തെ മോൺസ്റ്റേഴ്സ് തമ്മിലുള്ള ഫൈറ്റിൽ സംഭവിച്ചതാണ്. ഫോർഡും ഒരു അഭയ കേന്ദ്രത്തിലെത്തി. അപ്പോഴാണ് അതുവഴി കുറച്ച് US മിലിറ്ററിക്കാര് പോകുന്നത് കണ്ടത്. പിന്നെ ഫോർഡും അവർക്കൊപ്പം കൂടി. ഈ സമയം ഗോഡ്സില്ല പസഫിക് സമുദ്രത്തിലൂടെ അതിവേഗത്തിൽ സഞ്ചരിക്കുകയായിരുന്നു. കുറെ മിലിറ്ററി കപ്പലുകളും ഹെലികോപ്റ്റേഴ്സും ജെറ്റുകളുമൊക്കെ ഗോഡ്സില്ലയെ ഫോളോ ചെയ്യുന്നുണ്ട്. അതിലൊരു കപ്പലിൽ വില്യവും ഇഷിറോയും ഉണ്ടായിരുന്നു. പഴയ സിഗ്നലുകളൊക്കെ പരിശോധിച്ച് നോക്കിയപ്പോൾ ഇഷിറോയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. എന്താണെന്നാൽ കൊക്കോൺ വിരിഞ്ഞ് പുറത്തു വന്ന ശേഷം മ്യൂട്ടോ ചില സിഗ്നലുകൾ പുറപ്പെടുവിച്ചിരുന്നു. അത് മറ്റേതോ ജീവിയെ വിളിച്ചു വരുത്താൻ വേണ്ടിയിട്ടുള്ള സിഗ്നലുകളാണ്. എന്നാൽ വന്നത് ഗോഡ്സില്ലയും. ഗോഡ്സില്ല ഇത്രയും ഡേഞ്ചറസ് ആണെന്ന് അറിയാമായിരുന്നിട്ടും പിന്നെന്തിനാണ് അതിനെ മ്യൂട്ടോ വിളിച്ചു വരുത്തിയതെന്ന് കൗതുകത്തോടെ ഒരു സയന്റിസ്റ്റ് ചോദിച്ചു. അപ്പോഴാണ് ഇഷിറോയ്ക്ക് ഒരു കാര്യം പിടികിട്ടിയത്. എന്താണെന്നാൽ യഥാർത്ഥത്തിൽ മ്യൂട്ടോ വിളിച്ചത് ഗോഡ്സില്ലയെ അല്ല, മറിച്ച് മറ്റേതോ ജീവിയെയാണ്. ഗോഡ്സില്ല അത് കേട്ട് മ്യൂട്ടോയെ ആക്രമിക്കാൻ വന്നതാണ്. അങ്ങനെയെങ്കിൽ പിന്നെ മ്യൂട്ടോ വിളിച്ചു വരുത്താൻ ശ്രമിച്ചത് ആരെയാണെന്ന് വില്യം ചോദിച്ചു. ഇഷിറോയുടെ നിഗമന പ്രകാരം അത് മറ്റൊരു മ്യൂട്ടോയെ ആയിരിക്കും. അതായത് 1999 2 മുട്ടകൾ കിട്ടിയിരുന്നു. അതിലൊന്ന് മാത്രമാണ് വിരിഞ്ഞത്. ഒരുപക്ഷെ രണ്ടാമത്തെ മുട്ടയും ഇപ്പോൾ വിരിഞ്ഞിട്ടുണ്ടാകും. എങ്കിൽ പിന്നെ എത്രയും വേഗം ചെന്ന മുട്ട വെച്ചിരിക്കുന്ന സ്ഥലത്ത് നോക്കാൻ വില്യം കുറച്ച് പട്ടാളക്കാരെ അയച്ചു. യുഎസിലെ നെവാഡ എന്നൊരു മരുഭൂമിയിലുള്ള ഒരു പഴയ ഉപേക്ഷിക്കപ്പെട്ട മിലിറ്ററി ബേസിലാണ് അത് വെച്ചിരിക്കുന്നത്. മണിക്കൂറുകൾക്കുള്ളിൽ പട്ടാളക്കാര് ബേസിലെത്തി. നോക്കിയപ്പോൾ ഇഷിറോയുടെ സംശയം ശരിയായിരുന്നു. രണ്ടാമത്തെ മുട്ട വിരിഞ്ഞിരിക്കുകയാണ്. അതിൽ നിന്ന് പുറത്തു വന്ന മ്യൂട്ടോ ബേസും തകർത്തുകൊണ്ട് പോകുന്നതും കാണാം.
ഈ ബേസിൽ ഒരുപാട് ന്യൂക്ലിയർ വേസ്റ്റുകൾ സൂക്ഷിച്ചു വെച്ചിരുന്നു. ആ വേസ്റ്റിനെ എല്ലാം തിന്നത് കാരണം പുതിയ മ്യൂട്ടോ ഇപ്പോൾ തന്നെ പൂർണ്ണമായും വളർന്നു കഴിഞ്ഞു. ഇത് നേരത്തെ കണ്ട മ്യൂട്ടോയേക്കാൾ ഒരുപാട് വലുതാണ്. ഇതിനേതാണ്ട് ഗോഡ്സില്ലയുടെ അത്രത്തോളം തന്നെ വലിപ്പമുണ്ട്. കണ്ണിൽ കാണുന്നതിനെ എല്ലാം തകർത്തുകൊണ്ടാണ് അത് പോകുന്നത്. അതിന്റെ ദൃശ്യങ്ങൾ ഡ്രോൺസിലൂടെ വില്യവും ഇഷിറോയും കണ്ടു. അവര് നോക്കിയപ്പോൾ പുതിയ മ്യൂട്ടോയ്ക്ക് ചിറകുകളില്ല. എങ്കിൽ അതൊരു ഫീമെയിൽ മ്യൂട്ടോ ആയിരിക്കുമെന്ന് ഇഷിറോ പറഞ്ഞു. അപ്പോൾ നേരത്തെ മെയിൽ മ്യൂട്ടോ വിളിച്ചു വരുത്താൻ ശ്രമിച്ചത് ഫീമെയിലിനെയാണെന്ന് മനസ്സിലാക്കാം. ഇത്രയും കാലം മെയിൽ മ്യൂട്ടോയുടെ വിളി വരാത്തതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ രണ്ടാമത്തെ മുട്ട വിരിയാത്തത്. എന്തായാലും നിലവിൽ മെയിൽ മ്യൂട്ടോയും ഫീമെയിലും സഞ്ചരിക്കുന്നത് വെച്ച് നോക്കുമ്പോൾ അവ സാൻ ഫ്രാൻസിസ്കോയിൽ കൂടിച്ചേരുമെന്നാണ് വില്യമിന്റെ നിഗമനം. അതുകൊണ്ട് വില്യം ഒരു പ്ലാൻ ഇട്ടു. ആദ്യം ഒരു വലിയ ന്യൂക്ലിയർ ബോംബിനെ സാൻ ഫ്രാൻസിസ്കോയിൽ എത്തിക്കണം. അപ്പോൾ മ്യൂട്ടോകൾ ആ ബോംബ് എടുക്കാൻ വേണ്ടി വരും. ഉടനെ ആ ബോംബിനെ ഒരു ബോട്ടിൽ കയറ്റിയിട്ട് കരയിൽ നിന്നും ഒരുപാട് അകലേക്ക് കൊണ്ടുപോകണം. ശേഷം മ്യൂട്ടോകൾ രണ്ടും ബോംബിന്റെ അടുത്തെത്തുന്നതും അതിനെ പൊട്ടിക്കണം. ആ വിസ്ഫോടനത്തിന്റെ ശക്തിയിൽ രണ്ട് മ്യൂട്ടോകളും പടമാകും. ഭാഗ്യമുണ്ടെങ്കിൽ ഗോഡ്സില്ലയും അപ്പോൾ അവിടെ എത്തും. എങ്കിൽ ഗോഡ്സില്ലയും മ്യൂട്ടോയ്ക്കൊപ്പം തീരും. ഇതാണ് വില്യമിന്റെ പ്ലാൻ. പക്ഷേ ഓൾറെഡി പണ്ടേ തന്നെ ന്യൂക്ലിയർ ബോംബുകൾ ഉപയോഗിച്ച് ഗോഡ്സില്ലയെ കൊല്ലാൻ നോക്കിയിട്ടുണ്ട്. അപ്പോഴൊന്നും ഗോഡ്സില്ലയ്ക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. അതേപോലെ തന്നെ ആയിരിക്കും മ്യൂട്ടോകളുടെ കാര്യവും. വലിപ്പം കുറഞ്ഞ മെയിൽ മ്യൂട്ടോ ചത്താലും എന്തായാലും വലിയ ഫീമെയിൽ മ്യൂട്ടോ ചാകാനുള്ള ഒരു സാധ്യതയുമില്ല. അതുകൊണ്ട് തന്നെ ഈ പ്ലാൻ പാളിപ്പോകുമെന്നാണ് ഇഷിറോയുടെ നിഗമനം. എന്നാൽ പണ്ടുപയോഗിച്ചതിന്റെ 1000 മടങ്ങ് പവർഫുൾ ആയ ബോംബാണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കാൻ പോകുന്നത്. അതുകൊണ്ട് നമുക്ക് തീർച്ചയായും 3 മോൺസ്റ്റേഴ്സിനെയും കൊല്ലാൻ സാധിക്കുമെന്നാണ് വില്യം പറയുന്നത്. ശേഷം ബോംബ് റെഡിയാക്കാൻ വേണ്ടി വില്യം ചെന്ന് കുറെ പട്ടാളക്കാരെ അയച്ചു. ആ കൂട്ടത്തിൽ ഫോർഡും ഉണ്ടായിരുന്നു. കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പട്ടാളക്കാര് കാലിഫോർണിയയിലെത്തി. അവിടെയാണ് ബോംബുള്ളത്. അവിടുന്ന് ട്രെയിനിലാണ് ബോംബിനെ സാൻ ഫ്രാൻസിസ്കോയിലേക്ക് കൊണ്ടുപോകുന്നത്. അങ്ങനെ അവര് ട്രെയിനിൽ കയറി ബോംബും കൊണ്ട് യാത്രയായി. ഈ സമയം ഇവിടെ കപ്പലിൽ ഈ ബോംബിന്റെ പ്ലാൻ വർക്കാകില്ലെന്നാണ് വീണ്ടും ഇഷിറോ പറയുന്നത്. എങ്കിൽ പിന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വില്യം ചോദിച്ചു. ഐതിഹ്യപ്രകാരം ഗോഡ്സില്ല മനുഷ്യരെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന ജീവിയാണ്. മോൺസ്റ്റേഴ്സ് ഉപരിതലത്തിൽ വരുമ്പോഴെല്ലാം ഗോഡ്സില്ലയാണ് ആ മോൺസ്റ്റേഴ്സിനെയൊക്കെ കൊന്നുകളയുന്നത്. ഗോഡ്സില്ലയെ നമ്മൾ കണ്ടെത്തിയ ശേഷം ഇന്നേ വരെ ഗോഡ്സില്ല നേരിട്ട് മനുഷ്യരെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുമില്ല. അപ്പോൾ ഐതിഹ്യങ്ങൾ പറയുന്നത് ഒരുപക്ഷെ ശരിയായിരിക്കും. അങ്ങനെയെങ്കിൽ നമ്മൾ ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഗോഡ്സില്ല തന്നെ മ്യൂട്ടോകളെ കൊന്നുകളയും എന്നൊക്കെയാണ് ഇഷിറോ പറയുന്നത്. പക്ഷെ ഇതിനോടൊന്നും വില്യമിന് യോജിപ്പുണ്ടായിരുന്നില്ല. ഈ സമയവും ഈ കപ്പലുകളൊക്കെ ഗോഡ്സില്ലയെ ഫോളോ ചെയ്യുകയായിരുന്നു. ശേഷം അന്ന് രാത്രി പട്ടാളക്കാര് ബോംബും കൊണ്ട് ട്രെയിനിൽ പോകുന്ന വഴിക്ക് പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് ഫീമെയിൽ മ്യൂട്ടോ വന്ന് ട്രെയിനിനെ ആക്രമിച്ചു. ഫോർഡ് ഉടൻ തന്നെ ഒരു നദിയിലേക്ക് എടുത്തു ചാടിയതുകൊണ്ട് അവന് രക്ഷപ്പെടാൻ പറ്റി. ബാക്കി എല്ലാവരും മ്യൂട്ടോയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. മ്യൂട്ടോ ആണെങ്കിൽ ട്രെയിനിൽ വെച്ചിരുന്ന ബോംബിനെ എടുത്ത് തിന്നുകയും ചെയ്തു. അടുത്ത ദിവസം രാവിലെ ഒരു ഹെലികോപ്റ്റർ ഫോർഡിനെ റെസ്ക്യൂ ചെയ്യാൻ വന്നു. ഈ സമയം സാൻ ഫ്രാൻസിസ്കോയിൽ മിലിറ്ററിയും പോലീസുകാരുമൊക്കെ ചേർന്ന് സിറ്റിയിലുള്ള ജനങ്ങളെ മൊത്തം ഇവിടുന്ന് ഇവാക്യുവേറ്റ് ചെയ്യുകയായിരുന്നു. കാരണം ഇനിയും അധികം വൈകാതെ മോൺസ്റ്റേഴ്സ് ഇവിടെ എത്തും. ഈ സമയം വില്യവും ഇഷിറോയും ഒക്കെ സാൻ ഫ്രാൻസിസ്കോയ്ക്ക് സമീപമുള്ള കാലിഫോർണിയയിലെ ഒരു മിലിറ്ററി ബേസിലെത്തി. ഫോർഡും ഈ ബേസിലുണ്ട്. അവരിവിടെ ഇരുന്ന് എല്ലാ കാര്യങ്ങളും നിരീക്ഷിക്കുകയാണ്. ഈ സമയം കുറെ പട്ടാളക്കാര് ചേർന്ന് ബോംബിനെ സാൻ ഫ്രാൻസിസ്കോയിൽ എത്തിച്ചു. വൈകുന്നേരമായപ്പോഴാണ് അവരവിടെ എത്തിയത്. പിന്നെ ഒട്ടും സമയം കളയാതെ അതിനെ ഒരു ബോട്ടിൽ കയറ്റി സിറ്റിയിൽ നിന്നും ഒരുപാട് അകലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് ബോംബിനെ ആക്ടിവേറ്റും ചെയ്തു. ഇനിയും 1.5 മണിക്കൂറിനുള്ളിൽ തന്നെ അത് പൊട്ടും. കുറച്ച് മിനിറ്റുകൾ കഴിഞ്ഞതും പെട്ടെന്ന് ആകാശത്തിൽ നിന്നും മെയിൽ മ്യൂട്ടോ പറന്നു വന്ന വരവിൽ തന്നെ അത് ബോംബ് വെച്ചിരുന്ന ബോട്ടിനെയാണ് ആക്രമിച്ചത്. ബോട്ടിനെ കടിച്ച് തകർത്ത് കളഞ്ഞിട്ട് അതിലുണ്ടായിരുന്ന ബോംബിനെ മ്യൂട്ടോ കൈക്കലാക്കി. എന്നിട്ട് അതിനെയും കൊണ്ട് സിറ്റിയിലേക്ക് പോയി. കുറച്ചു കഴിഞ്ഞതും അവിടെ ഫീമെയിൽ മ്യൂട്ടോ എത്തി. മെയിൽ മ്യൂട്ടോ ബോംബിനെ ഫീമെയിലിന് നൽകി. ഇവിടെ മിലിറ്ററി ബേസിൽ എല്ലാവരും ചേർന്ന് മ്യൂട്ടോയുടെ പക്കൽ നിന്നും ബോംബ് തിരിച്ചെടുക്കാനുള്ള പ്ലാനിങ്ങിലായിരുന്നു. ഇനിയും 1.5 മണിക്കൂറിനുള്ളിൽ അത് പൊട്ടിത്തെറിക്കും. സിറ്റിയിൽ പല ലക്ഷക്കണക്കിന് പേര് ഇനിയും ബാക്കിയുണ്ട്. ബോംബ് പൊട്ടിയാൽ അവരെല്ലാം ഭസ്മമാകും. എങ്ങനെ നോക്കിയാലും ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് സിറ്റിയിലുള്ള എല്ലാവരെയും ഇവാക്യുവേറ്റ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് കുറെ പട്ടാളക്കാരെ അയച്ച് ആ ബോംബിനെ ഡീആക്ടിവേറ്റ് ചെയ്യാനാണ് വില്യമിന്റെ പ്ലാൻ. ഇനി ഒരുപക്ഷെ അത് ഡീആക്ടിവേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഉടൻ തന്നെ അതിനെ എടുത്ത് സിറ്റിയിൽ നിന്നും അകലേക്ക് കൊണ്ടുപോകണമെന്നും വില്യം പറഞ്ഞു. ആകെ ഫോർഡിനെ മാത്രമേ അത് ഡീആക്ടിവേറ്റ് ചെയ്യാൻ അറിയൂ. അതുകൊണ്ട് അവനെയും കൂടെ പറഞ്ഞയച്ചു. ഈ സമയം ഇവിടെ സാൻ ഫ്രാൻസിസ്കോയിൽ ഗോഡ്സില്ല എത്തി. ഉടനെ മ്യൂട്ടോകൾ ഗോഡ്സില്ലയെ ആക്രമിക്കാൻ തുടങ്ങി. സിറ്റിയിൽ ബാക്കിയുള്ള ജനങ്ങളൊക്കെ കെട്ടിടങ്ങളിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. ആ കൂട്ടത്തിൽ എല്ലുമുണ്ടായിരുന്നു. ശേഷം കുറച്ചു കഴിഞ്ഞ് പട്ടാളക്കാര് സാൻ ഫ്രാൻസിസ്കോയിലെത്തി.
അപ്പോഴേക്കും രാത്രിയായി കഴിഞ്ഞിരുന്നു. ഗോഡ്സില്ല ഇപ്പോഴും മ്യൂട്ടോകളുമായിട്ട് യുദ്ധമാണ്. 2 മ്യൂട്ടോകൾ ഉള്ളതുകൊണ്ട് തന്നെ അവയെ നേരിടാൻ ഗോഡ്സില്ല കുറച്ച് കഷ്ടപ്പെടുന്നുണ്ട്. പട്ടാളക്കാര് ബോംബിന്റെ സിഗ്നൽ ട്രാക്ക് ചെയ്ത് ബോംബിനെ കണ്ടെത്തി. നോക്കിയപ്പോൾ അതിനെ ഒരിടത്ത് കെട്ടിത്തൂക്കി ഇട്ടിരിക്കുകയായിരുന്നു. അതിനു ചുറ്റും 100 കണക്കിന് മുട്ടകളുണ്ട്. അപ്പോൾ ഇത് ശരിക്കും മ്യൂട്ടോയുടെ കൂടാണെന്ന് മനസ്സിലായി. എല്ലാ മുട്ടകളുടെയും ഉള്ളിൽ മ്യൂട്ടോ കുഞ്ഞുങ്ങൾ ഉള്ളതായിട്ട് കാണാം. ബോംബിന്റെ റേഡിയേഷനിൽ നിന്നുമാണ് ആ മുട്ടകൾക്ക് ഊർജം കിട്ടുന്നത്. ഇതെല്ലാം വിരിഞ്ഞ് പുറത്തു വന്നാൽ പിന്നെ ഈ ലോകം തന്നെ ബാക്കി ഉണ്ടായിരിക്കില്ലെന്ന് ഫോർഡിന് തോന്നി. എന്നാൽ വേറെ ആരും തന്നെ അത് കാര്യമായിട്ട് പരിഗണിച്ചില്ല. ശേഷം എല്ലാവരും ചേർന്ന് ബോംബിനെ താഴെയിറക്കി. ശക്തമായ ഒരു കവചം തുറന്നാലേ ബോംബ് ഡീആക്ടിവേറ്റ് ചെയ്യാൻ പറ്റൂ. പക്ഷെ എത്ര തന്നെ ശ്രമിച്ചിട്ടും അവർക്ക് ആ കവചം തുറക്കാൻ പറ്റുന്നില്ല. ഇനിയും അരമണിക്കൂറിനുള്ളിൽ തന്നെ ഇത് പൊട്ടിത്തെറിക്കുകയും ചെയ്യും. അതുകൊണ്ട് കൂടുതൽ സമയം കളയാൻ നിൽക്കാതെ അതിനെ എടുത്ത് ബോട്ടിൽ കയറ്റാമെന്ന് അവർ തീരുമാനിച്ചു. ഈ സമയവും മോൺസ്റ്റേഴ്സ് തമ്മിൽ ഫൈറ്റിംഗ് ആണ്. ചെറിയ മ്യൂട്ടോയെ പുഷ്പം പോലെയാണ് ഗോഡ്സില്ല തൂക്കിയെറിയുന്നത്. പക്ഷേ ഫീമെയിലിനെ ഫൈറ്റ് ചെയ്യാൻ അത്ര എളുപ്പമല്ല. അത് മാത്രമല്ല, ഒരെണ്ണത്തിനെ ഇടിച്ചു വീഴ്ത്തുമ്പോൾ മറ്റേത് വന്ന് ആക്രമിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഗോഡ്സില്ലയ്ക്ക് മ്യൂട്ടോകളെ കൊല്ലാൻ പറ്റുന്നില്ല. മ്യൂട്ടോകളാണെങ്കിൽ ഗോഡ്സില്ലയെ ആക്രമിച്ച് പലതവണ തള്ളിയിടുന്നതും കാണാം. ഇവിടെ പട്ടാളക്കാര് ബോംബിനെയും എടുത്തോണ്ട് ബോട്ടിനെ ലക്ഷ്യമിട്ട് നടന്നു. പക്ഷെ നോക്കിയപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഫോർഡിനെ കാണുന്നില്ല. ഈ സമയം ഫോർഡ് ആണെങ്കിൽ മുട്ടകളെയൊക്കെ നശിപ്പിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. മുട്ടകൾക്ക് സമീപത്തായിട്ട് ഒരു വലിയ ടാങ്കർ ലോറി കിടപ്പുണ്ട്. ഫോർഡ് ചെന്ന് അതിന്റെ ഫ്യൂവൽ തുറന്നുവിട്ടു. എന്നിട്ട് വളരെ വേഗം അവിടെ ഓടി രക്ഷപ്പെട്ടു. മിനിറ്റുകൾക്കുള്ളിൽ ആ ഫ്യൂവലിൽ തീ പിടിച്ചു. അങ്ങനെ ഒരു വലിയ പൊട്ടിത്തെറിയും ഉണ്ടായി. ആ പൊട്ടിത്തെറിയിൽ മ്യൂട്ടോയുടെ കൂട് മൊത്തം നശിച്ചു പോയി. അത് കണ്ട് മ്യൂട്ടോകൾ ഗോഡ്സില്ലയുമായിട്ടുള്ള ഫൈറ്റ് നിർത്തി. എന്നിട്ട് വേഗം വന്ന് കൂട്ടിൽ നോക്കിയപ്പോൾ ഒരൊറ്റ മുട്ട പോലും ബാക്കിയില്ല. എല്ലാം കത്തി ചാമ്പലായിരിക്കുകയാണ്. മ്യൂട്ടോകൾക്ക് ആകെ ദേഷ്യം വന്നു. അപ്പോഴാണ് ഗോഡ്സില്ല തീ തുപ്പുന്നത് പോലത്തെ ഒരു ടൈപ്പ് ഊർജം തുപ്പാൻ തുടങ്ങിയത്. ആ ശക്തി ഉപയോഗിച്ച് ആദ്യം ഫീമെയിൽ മ്യൂട്ടോയെ വീഴ്ത്തി. ഉടനെ മെയിൽ മ്യൂട്ടോ ആക്രമിക്കാൻ വന്നു. ഈ സമയം കൊണ്ട് പട്ടാളക്കാര് ബോംബിനെ ബോട്ടിലെത്തിച്ചു. എന്നിട്ട് ബോട്ടിനെ ഓൺ ചെയ്തതും ആ ബോട്ടിന്റെ സിഗ്നല് ഫീമെയിൽ മ്യൂട്ടോയ്ക്ക് കിട്ടി. ആ ബോംബ് തിന്നാൽ മ്യൂട്ടോയ്ക്ക് കൂടുതൽ ശക്തി കിട്ടും. അതുകൊണ്ട് ഉടൻ തന്നെ അതെണീറ്റ് ബോട്ടിനെ ലക്ഷ്യമിട്ട് നടന്നു. മെയിൽ മ്യൂട്ടോ ആണെങ്കിൽ ഗോഡ്സില്ലയുമായിട്ട് ഭയങ്കര ഫൈറ്റിംഗ് ആണ്. ചാടിയും പറന്നും കറങ്ങിയും അങ്ങനെ പല രീതിയിലും മ്യൂട്ടോ ഗോഡ്സില്ലയെ ആക്രമിക്കുന്നുണ്ട്. പക്ഷെ ഒന്നും തന്നെ ഗോഡ്സില്ലയ്ക്ക് കാര്യമായിട്ട് ഏൽക്കുന്നില്ല. അവസാനം ഗോഡ്സില്ല വളരെ ശക്തമായിട്ട് മ്യൂട്ടോയെ വാലുകൊണ്ടടിച്ച് ഒരു കെട്ടിടത്തിന്റെ ചുമരിൽ സ്റ്റിക്കറാക്കി വെച്ചു. ചുമരിലെ കമ്പികളൊക്കെ കുത്തി കയറിയത് കാരണം അപ്പോൾ തന്നെ ആ മ്യൂട്ടോ പടമായി. ഇവിടെ മറ്റേ മ്യൂട്ടോ ബോട്ടിനെ ആക്രമിക്കുകയാണ്. ബോട്ടിലുണ്ടായിരുന്ന എല്ലാവരെയും അത് കൊന്നുകളഞ്ഞു. അപ്പോഴാണ് അവിടെ ഫോർഡ് എത്തിയത്. കരയിലും കുറെ പട്ടാളക്കാർ നിന്ന് ആ മ്യൂട്ടോയെ വെടിവെക്കുന്നുണ്ട്. അങ്ങനെ മ്യൂട്ടോ അവരെ ആക്രമിക്കാൻ വേണ്ടി പോയ തക്കത്തിൽ ഫോർഡ് ചെന്ന് ബോട്ട് സ്റ്റാർട്ട് ചെയ്തു. എന്നാൽ ബോട്ട് ചലിക്കാൻ തുടങ്ങിയതും വീണ്ടും മ്യൂട്ടോ ബോട്ടിനെ ആക്രമിക്കാൻ വന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ ഫോർഡ് ആകെ പരിഭ്രാന്തനായി. ഭാഗ്യത്തിന് അപ്പോഴാണ് ഗോഡ്സില്ല അവിടെ എത്തിയത്. അത് വന്ന് മ്യൂട്ടോയെ കഴുത്തിൽ കടിച്ചെടുത്തു. എന്നിട്ട് മ്യൂട്ടോയുടെ വാ പൊളിച്ചു വെച്ച ശേഷം വായ്ക്കകത്ത് തന്നെ തീ തുപ്പി. അപ്പോൾ മ്യൂട്ടോയുടെ തല മൊത്തത്തിൽ പപ്പടം പൊടിയുന്നത് പോലെ പൊടിഞ്ഞു പോയി. അതോടെ അതിന്റെ കഥയും കഴിഞ്ഞു. പക്ഷെ അപ്പോഴേക്കും ഗോഡ്സില്ല ആകെ അവശനായി പോയി. അങ്ങനെ അതവിടെ കുഴഞ്ഞു വീണു. ഈ സമയം ഫോർഡ് ആണെങ്കിൽ ബോട്ടും കൊണ്ട് സിറ്റിയിൽ നിന്നും ഒരുപാട് അകലെ എത്തി. ബോംബ് പൊട്ടാൻ ഇനിയും 5 മിനിറ്റേ ബാക്കിയുള്ളൂ. ഇനി എങ്ങനെ നോക്കിയാലും ഇവിടുന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. അങ്ങനെ അവൻ മരണത്തെയും കാത്ത് ബോട്ടിൽ കിടന്നു. ഭാഗ്യത്തിന് ഒരു ഹെലികോപ്റ്റർ വന്ന് ഫോർഡിനെ രക്ഷിച്ചു. ഹെലികോപ്റ്റർ ഒരുപാട് അകലെ എത്തിയതും ബോംബ് പൊട്ടുകയും ചെയ്തു. പിന്നെ അടുത്ത ദിവസത്തെ രംഗമാണ് കാണിക്കുന്നത്. സാൻ ഫ്രാൻസിസ്കോ സിറ്റി ഏതാണ്ട് പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. ഗോഡ്സില്ല ബീച്ചിന് സമീപം ഇഹലോകവാസം വെടിഞ്ഞു കിടക്കുന്നത് കാണാം. കെട്ടിടങ്ങൾക്കുള്ളിൽ കയറി ഒളിച്ചത് കാരണം സിറ്റിയിൽ ബാക്കിയുണ്ടായിരുന്ന ഭൂരിപക്ഷം ജനങ്ങളും രക്ഷപ്പെട്ടു. ആ കൂട്ടത്തിൽ സാമിനെയും എലിനെയും കണ്ടപ്പോഴാണ് ഫോർഡിന് സമാധാനമായത്. ശേഷം കുറച്ചു കഴിഞ്ഞ് ഗോഡ്സില്ല ഉണർന്നു. യഥാർത്ഥത്തിൽ അത് ഉറങ്ങുകയായിരുന്നു. അത് കണ്ടപ്പോൾ ജനങ്ങൾക്കെല്ലാം സന്തോഷം തോന്നി. കാരണം ഗോഡ്സില്ല വളരെയേറെ കഷ്ടപ്പെട്ട് മ്യൂട്ടോകളെ കൊന്നുകളഞ്ഞത് ഇന്നലെ എല്ലാവരും കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഗോഡ്സില്ലയെ ഒരു ഹീറോ ആയിട്ടാണ് ജനങ്ങളെല്ലാം പരിഗണിക്കുന്നത്. എന്തായാലും ഗോഡ്സില്ല പതിയെ സമുദ്രത്തിലിറങ്ങിപ്പോയി. ആ ദൃശ്യത്തോടെ സിനിമ അവസാനിക്കുകയാണ്.